എവിഡൻസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. 5:27 5 മണിക്കാണ് സാധാരണ എണീക്കാറ് കേട്ടോ. ഇന്ന് എനിക്ക് 2 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. ഏട്ടന് 3 മണി വരെയാണ്. അപ്പോൾ ഏട്ടൻ ഇന്ന് ഫുഡ് കൊണ്ടുപോകണ്ട. ഏട്ടന് ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ 4:30 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. അപ്പോൾ എണീറ്റ് പല്ലൊക്കെ തെച്ചു ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ടായി. അപ്പോൾ രാവിലെ ഒരു മടി ഉണ്ടായിരുന്നു. മുടി ഞാൻ രാത്രിയിൽ മെടഞ്ഞിടാറാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ചെടകുത്തേയും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊന്തിച്ച് മുകളിലേക്ക് കെട്ടി വെക്കുകയാണെങ്കിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ, മുടി മുകളിലേക്ക് പൊന്തിച്ച് കെട്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിലും വലിയ അസ്വസ്ഥതയൊന്നുമില്ലല്ലോ. എണീറ്റ ഉടനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കണ്ടിന്യൂ ആയിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വന്ന സമയത്താണ് ഡോക്ടർ പറഞ്ഞത് രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിക്കാൻ മാക്സിമം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞു. കാരണം ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടിയൊന്നും കറക്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട്, എനിക്ക് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് അത് ഏകദേശം 2 കപ്പോളം എത്തിച്ചു. അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ, കുറേ മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പണിപ്പുരയിലേക്ക് കയറാം കേട്ടോ. ഇനി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഏകദേശം പോകാനുള്ള ഒരു സമയമാവണം. അപ്പം ഞാൻ ആദ്യം തന്നെ പത്തിരിക്കുള്ള വെള്ളം കുഴയ്ക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തടുപ്പിൽ കാപ്പി ഉണ്ടാക്കാനുള്ള വെള്ളം കൂടെ വെച്ചു. എനിക്ക് മാത്രം മതി, ഏട്ട എണീറ്റിട്ടില്ല. ഈ കാപ്പി കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അതൊരു ശീലമായി കഴിഞ്ഞാൽ അത് തന്നെ വേണം. എനിക്കത് അച്ചമ്മ ഉണ്ടാക്കി തരുന്ന പൊടിയാണ്, അതുകൊണ്ട് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് പത്തിരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനെ വാട്ടി കുഴയ്ക്കുന്നതല്ല, പൊടി അങ്ങോട്ടിട്ട് വേവിച്ച് കുഴയ്ക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്നുകൂടെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ പത്തിരി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ. ഇനി ഇത് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പത്തിരിക്ക് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരക്കാനായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഏട്ടന് ചെറുപയർ കറി തേങ്ങ അരച്ചാലാണ് നല്ല പോലെ എരിവാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ഇതുപോലെ ചെറുതിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടെടുത്തു. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇടുമ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. എന്നിട്ട് ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക്, അപ്പോൾ 2 പച്ചമുളകും കൂടെ ചീന്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ചുവ കൂടുതലായാലും ഏട്ടന് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ജീരകം ഞാൻ എടുത്തുള്ളൂ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയൊക്കെ ഞാൻ അപ്പോൾ തന്നെ എടുത്തെടുത്ത് തന്നെ കൊണ്ടുവെക്കും കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ ഇടുന്ന തീരെ ഇഷ്ടമില്ല. അപ്പോഴേക്കും നമ്മളെ ചെറുപയർ അവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ ഒന്ന് കത്തിച്ചിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറവിടാനുള്ളത് സെറ്റ് ചെയ്യാം. അത് വെന്ത് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ പാത്രം കഴുകി വെക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് കുറഞ്ഞിട്ടും ഒക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോകുന്ന നേരത്തെ എല്ലാം കൂടെ കഴുകി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഞാൻ അതപ്പുറത്ത് വറവിടാനുള്ള ചട്ടി വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂട് വന്നപ്പോൾ കടുക് പൊട്ടി വന്ന സമയത്ത് ഉള്ളിയിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തു. കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ കറിയാക്കി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരിപ്പൊടി ഒന്ന് നല്ലപോലെ കുഴച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കുഴച്ച് വന്നപ്പോൾ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ കൂട്ടിയിട്ടോ, കാരണം കൈ പോലെ അത് ഒട്ടി പിടിക്കാതിരിക്കാനും ഒന്ന് നമ്മൾ പരത്തി ചുടുന്ന സമയത്ത് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്നിട്ട് അതിനത് ആവശ്യത്തിനുള്ള ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ തന്നെ സമയം 6:30 ആയിട്ടോ. ഏട്ടന് 6:45 പോകണം. അപ്പോൾ ഏട്ടന് കുടിക്കാനുള്ള ചായ അപ്പുറത്ത് അടുപ്പിൽ വെച്ചു. ഇവിടെ പത്തിരി ചുടാനുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഞാൻ വാങ്ങിയിട്ട് 4-5 കൊല്ലമായിട്ടോ. എനിക്ക് ഇതിനകത്ത് ചുടാറിന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ 3-4 കൊള്ളുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പണിയും കഴിയുമല്ലോ. ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ പിറ്റേന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കും കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് റിലേ കിട്ടില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതായത് എന്തുണ്ടാക്കണം, എന്താണ് നാളെ കറി വെക്കുക, അല്ലെങ്കിൽ രാവിലെ എന്താ ചായക്കടി ഉണ്ടാക്കുക എന്നൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് നീറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിലേ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ളത് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പാൽ ഇവിടുന്ന് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. സമയം 6:45. ഏട്ടനിതാ പോകാൻ വേണ്ടി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഏട്ടനും പോയിട്ടോ. ഇനിയുള്ള ടൈം എനിക്ക് മൂക്കും കൂടെ പോകാനുള്ള കുറഞ്ഞ സമയം കൂടിയുള്ളൂ. അപ്പോൾ ഏട്ടൻ കുടിച്ച ഗ്ലാസും പാത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. അപ്പോൾ തന്നെ അവിടെ തന്നെ ക്ലീൻ ആക്കിട്ടോ. എന്താ വെച്ചാൽ ചെറിയ ഈച്ച വരും വേസ്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ പിന്നീട് അത് പോവുകയില്ല കേട്ടോ.
ചിഞ്ചുരുവിനെ എണീപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം വെച്ചാൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിട്ട് ആക്കുക. അപ്പം സോപ്പിട്ട് വിളിക്കണം. അഥവാ എഴുതാനുണ്ട് നിനക്ക് പഠിക്കാനില്ല എന്നൊക്കെ ചോദിച്ചാൽ അവൾ നീക്കിയല്ല, ഒന്നും കൂടെ നല്ല പോലെ ഉറങ്ങും. അപ്പോൾ അമ്മനോട് ചോദിച്ചാൽ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നു. അതിനുശേഷം അത് ആൾ നീറ്റ് വരുന്നുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിഞ്ചുരു അവളെ കാര്യങ്ങൾ അവനെല്ലാം ചെയ്തോളൂ കേട്ടോ. നമ്മളെ വലിയ ബുദ്ധിമുട്ടാക്കില്ല. ഭക്ഷണം കഴിക്കുക, അതായത് കഴിപ്പിക്കുക, എണീപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടാസ്ക്. ബാക്കിയൊക്കെ അവൾ തന്നെ ചെയ്തോളൂ കേട്ടോ. എനിക്കിനി ചോറ് വെക്കണം. അപ്പോൾ ചോറ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ കലത്തിലേക്ക് വെള്ളം തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നലെ ഞാൻ മുഖത്ത് വരുമ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ വെള്ളം നിറഞ്ഞു, അത് ഓഫാക്കി. മീൻ കുറച്ച് ഐസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് മുറ്റത്ത് അടുപ്പൊന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കണം. വെള്ളം വെച്ച ഉടനെ തന്നെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി ഞാൻ വെണ്ണീര് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നാളെ നട്ടില്ലേ, തക്കാളി തൈയൊക്കെ നട്ടിട്ടുണ്ട്, അവിടെ കുറച്ച് ചീര നട്ടിട്ടുണ്ട്, അങ്ങനെ ഓരോന്ന് നട്ടിട്ടുണ്ട് ചട്ടിയിലായിട്ട് കേട്ടോ. അപ്പോൾ അതിനിട്ട് കൊടുത്തു. രാവിലെ തന്നെ ഇതിൻ്റെയും പുറകെ നടന്നിട്ടുണ്ടെങ്കിലേ സമയം പോകും കേട്ടോ. മുറ്റടിച്ച് വരുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. മുറ്റം കെട്ടാത്തതുകൊണ്ട് തന്നെ നല്ല കാടാട്ടോ മുറ്റത്ത്, നല്ലോണം പുല്ല് മുളയ്ക്കും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ദിവസം, ലീവുള്ള ദിവസം കുറച്ച് ഭാഗങ്ങൾ ഞാൻ റെഡിയാക്കിയെടുക്കും. മുറ്റം കെട്ടുമ്പോൾ പിന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഭാഗം അടിച്ചു വാരി വരുമ്പോഴത്തേക്കും നല്ലൊരു സമയം എടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റത്ത് തന്നെയാണ് 36 പല്ലേപ്പൊക്കെ. എന്താ വെച്ചാൽ ഞാൻ മുറ്റടിക്കുന്നത് കൊണ്ട് രാവിലെ എൻ്റെ കൂടെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഞാനും വിചാരിക്കാതെല്ലാം നല്ല എപ്പോഴും ഈ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ രാവിലെ അവളവിടുന്ന് പല്ലേച്ചു. മുറ്റടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ അരിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ അരി കഴുകി അരി അടുപ്പത്തിട്ടു. ചിഞ്ചുരുവിന് ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി പഠിച്ചതിൻ്റെ ബാക്കി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മുടി ഇതൊന്ന് പൊന്തിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ചൂടുമ്പോകേൻ്റെ ആളാണ്. അപ്പം ഇന്നലെ രാത്രി തലനച്ചും കൊണ്ട് മുടി അയച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഒന്ന് കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഇന്നലെ പഠിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഉത്തരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ബാക്കി പഠിക്കാനുള്ളതും കൂടെ പഠിക്കുന്നുണ്ട്. ആൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ. നമ്മളടുത്തില്ലെങ്കിൽ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുക, കളർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്ക് അവൾ അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മൾ കിടന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ ചിഞ്ചുരുവിനെ ഞാൻ അവിടെ പഠിക്കാൻ ഏൽപ്പിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. ഒപ്പത്തിനൊപ്പം ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് പഠിപ്പിക്കും, രാവിലെ ഓളയും കൂടെ തന്നെ പറഞ്ഞു കൊടുക്കും പെട്ടെന്ന്. പിന്നെ ഓരോന്ന് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അതല്ലാതെ നടക്കില്ല. രാവിലെ നമുക്ക് ഓളയും കൂടി ഇരുത്തി പഠിപ്പിച്ച് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അതിലേക്ക് മീൻ കറിയിലേക്കുള്ള വെല്ലുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും മുളകൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് വേണ്ടി മാത്രം നമുക്ക് മീൻ ഇട്ടാൽ മതി കേട്ടോ. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് കൂട്ടാനുള്ള ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 6 വെണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിനി വെച്ചിട്ട് കാര്യമില്ല, എന്തായാലും കേടായി പോവും. അപ്പോൾ നല്ല വെണ്ടയായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം വെല്ലുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് എന്ത് ചെയ്യുക, അകമൊക്കെ ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊലായി പോയി അടിച്ചു വാരി വാതിൽ ലോക്ക് ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ റോഡ് വക്കിലായതുകൊണ്ട് തന്നെ വാതിൽ തുറന്നിട്ട് നമ്മൾ അടുക്കള ഭാഗത്താണെങ്കിൽ എന്താ ആരെങ്കിലും അകത്ത് കയറിയൊന്നും അറിയില്ലല്ലോ. അതിനുശേഷം ഇത് ആകമൊക്കെ ഒന്ന് അടിച്ചു വാരി റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി വരും. അതിൻ്റെ ഇടയിൽ മീൻകറി പോയി നോക്കണം, ചോറ് വെന്തോ നോക്കണം, ഉപ്പേരി ഒന്ന് ഇളക്കണം, അതൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളൊരു പണി തന്നെയല്ലല്ലോ ചെയ്യുന്നത്. 100 കൈണ്ടെങ്കിൽ നമുക്ക് തികയാത്തൊരവസ്ഥയാണ് രാവിലെ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഒരു പകുതി അടിച്ചു വാരി എത്തിയ സമയത്തേക്ക് മീൻകറിയിലേക്ക് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു, ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ അടിച്ചു വാരി അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ അരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ചോറ് ഊറ്റി അവൾക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകമൊക്കെ അവൾ തന്നെ എടുത്ത് വെക്കും കേട്ടോ. കാരണം ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കും. എന്താ വെച്ചാൽ നാളെ കൊണ്ടുവരുന്ന സബ്ജക്റ്റ് എന്താണെന്നും നാളെ എന്തൊക്കെ കൊണ്ടുവരണമെന്നും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് അവൾ തന്നെ ബാഗിലാക്കി. അവൾക്ക് തന്നെ ഒരു രീതി ഉണ്ട്, അത് വെക്കുന്നതിനൊക്കെ ഒരു രീതി ഉണ്ട്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ തന്നെ അവൾ തന്നെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അവൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും അതുപോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റും ഗ്ലാസ്, അത് 11 മണിയാകുമ്പോൾ കഞ്ഞി കൊടുക്കും കേട്ടോ. അപ്പോൾ ഗ്ലാസും കഞ്ഞി കൊരി കൊടുക്കാനുള്ള ടീസ്പൂണും കൂടെ വെച്ച് കൊടുത്താൽ അവളതൊക്കെയാണ്. അതിനുശേഷം ഇന്ന് എനിക്ക് ഫുഡ് കൊണ്ടുണ്ടാകത്തോണ്ട് വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. എൻ്റെ ഡയറിയൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടാളെ ബാഗൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. അതിനുശേഷം അതാ ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മിക്കവാറും അവൾക്ക് വാരി കൊടുക്കില്ല, കാരണം രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ വാരിയും കൂടി കൊടുത്തില്ലെങ്കിൽ അവൾ കഴിക്കാതെ പോകും. 11 മണിക്ക് കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്കൊരു സമാധാനക്കേടാണ് കേട്ടോ രാവിലെ കുട്ടികൾ കഴിക്കാതെ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വാരി കൊടുക്കുകയാണെങ്കിൽ അവൾ കഴിച്ചോളും. ഞാനും
കുറച്ച് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന സമയം മുതലാണ് നല്ലോണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഏട്ടന് ലീവാണെങ്കിൽ അവളെ കാര്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അടുക്കളയിൽ എനിക്ക് കൂട്ടിത്തരും. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏട്ടനും കൂടെ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് ബുദ്ധിമുട്ടാവുക. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു. ഭക്ഷണം കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റായി. ഇനി നമ്മൾ പുറത്ത് വാർത്തൂരിട്ടുള്ള ചോറും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അതിനുശേഷം ഇതാ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വാതിൽ പൂട്ടിപ്പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ആരും കയറില്ല കേട്ടോ. ഞാനോ ഹസ്ബൻഡ് അല്ലാതെ വേറെ ആരും ഇല്ല. പക്ഷേ എനിക്ക് വൃത്തികേടാക്കിയിട്ട് പോകാനേ പറ്റില്ല കേട്ടോ. എൻ്റെ മനസ്സിനൊരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ആ പണി അങ്ങനെ പെൻഡിങ് ആണല്ലോ എന്ന് തന്നെ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാ പണിയും കഴിച്ചിട്ടാണ് കേട്ടോ പോലെ. ഞാൻ തിരുമ്പൽ മാത്രം വൈകുന്നേരമാണ്. ബാക്കി എല്ലാ പണിയും ഒരുവിധം ഞാൻ രാവിലെ തീർത്തിട്ടാണ് പോവാറ്. രാവിലെ അടുക്കള പണി എടുക്കുന്നത് ഞാൻ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന പണീൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല എന്നല്ല പറയുക. ആ പാട്ടിനൊപ്പം താളം പിടിച്ചോ അങ്ങനെ അതിൽ ഓരോ വരികൾ പാടിയൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് ആ പണികൾ കഴിയുന്ന മാതിരി നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഗ്രില്ലൊക്കെ അടച്ചു ഇതാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദന എടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായി അങ്ങനെ തുടങ്ങിയിട്ട്. അതിനുശേഷം ഇതാ മുകളിലെത്തി എനിക്ക് ഇടാനുള്ളതും അയൺ ചെയ്തെടുത്തു. ചിഞ്ചുരുവിന് ഇടാനുള്ളതും അയൺ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇപ്പുറത്ത് കാണുന്ന തുണിയില്ലേ, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം കോഴിക്കോട് സൂര്യയിൽ പോയ സമയത്ത് കുറച്ച് മെറ്റീരിയലും അതുപോലെ ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം പോലെ ഇരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മടക്കി വെച്ചാൽ അലമാര വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം അതാ ഇസ്ത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി മേക്കഴുകി ചിഞ്ചുരുവിനെയും മേക്കഴുകി വന്നു. ഇന്ന് തല നനയ്ക്കുന്നില്ല, ഒന്നരാടാനാണ് കേട്ടോ ഞാൻ തല നനയ്ക്കാറുള്ളത്. പിന്നെ അവൾക്കുള്ള യൂണിഫോം ഇട്ട് കൊടുത്തു വേഗം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരം പോയിട്ടുണ്ട്. അതായത് 9:10 9:15 ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ അവളെയും എനിക്ക് സ്കൂളിൽ ഇറക്കിയിട്ട് നേരെ ബാങ്കിലേക്ക് 9:30 കറക്റ്റ് എത്താൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ഏകദേശം ബാങ്കിലേക്ക് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. 2 വീലറിലാണെങ്കിൽ. ചിഞ്ചുരുവിനെയും കൂടെ കൊണ്ടാക്കി മുക്കത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ബാങ്കിലെത്താൻ പറ്റും. അപ്പോൾ 9:30 കറക്റ്റ് ആകുമ്പോൾ ബാങ്കിൽ കയറുകയും ചെയ്യാം 9:15 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് 9:15 വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഏട്ടൻ ലീവുള്ളപ്പോൾ ഏട്ടൻ കൊണ്ടുപോകും, അനിയൻ ഉള്ളപ്പോൾ അനിയൻ കൊണ്ടുപോകും. അവൻ്റെ വണ്ടി പണിക്ക് കയറ്റിയത് കൊണ്ട് അവനിപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ച് പോകും. 70 രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ ബാങ്ക് വരെ എത്തുമ്പോഴേ ഓട്ടോ ചാർജ് പറഞ്ഞാൽ 70 രൂപയാണ്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി 2 വീലർ പഠിക്കണം ഇങ്ങനെ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഒരു വട്ടം ഓടിച്ച സമയത്ത് ആക്സിലേറ്റർ കൊടുത്തതിൽ വണ്ടി കൊണ്ട് വീണ് എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല, പക്ഷേ പേടിച്ചു പോയി. അതിനുശേഷം എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിറയ്ക്കുകയൊക്കെ ചെയ്യും. എന്തായാലും അത് നമ്മളെന്താ പറയുക, ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ ഭയത്തെ തന്നെ ഇല്ലാതാക്കുന്നൊക്കെയാണല്ലോ പറയാം. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി എനിക്ക് വണ്ടി ഓടിച്ച് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ തന്നെ ഓട്ടോറിക്ഷ വിളിക്കുക അല്ലെങ്കിൽ വേറൊരാളെ വിളിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം വണ്ടി പഠിക്കണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹം എനിക്കുണ്ട്. ഈ 2024 ഒരു പകുതി ആകുമ്പോഴത്തേക്കെങ്കിലും 2 വീലർ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ അത് ഓട്ടോറിക്ഷ എത്തി, ചിഞ്ചിരി ഓട്ടോറിക്ഷ കയറി, ഞാനും കയറിയിട്ടോ. ഇനി ഇവിടുന്ന് നേരെ അവളെ സ്കൂളിൽ ഇറക്കണം. വെണ്ടിയപ്പാലം കഴിഞ്ഞ് താഴെക്കോട് GLP സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്, ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പം അവളത് അവിടെ ഇറക്കണം. അതിനുശേഷം എനിക്ക് നേരെ ബാങ്കിലേക്ക് പോകണം. അങ്ങനെ ചിഞ്ചുരുവിനെ അതാ സ്കൂളിൽ ഇറക്കി ഞാൻ അഗസ്ത്യമൊഴി എത്താനായിട്ടുണ്ട് കേട്ടോ. 9:28 സമയം. ഞാൻ പെട്ടെന്ന് കയറി പോകാം. കാരണം വെച്ചാൽ 9:30 കഴിഞ്ഞാൽ പിന്നെ ചീത്തയേക്കും, അല്ല അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.